ഹായ്, എല്ലാവർക്കും കാർത്തിക സ്റ്റോറീസിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. പാർട്ടുകൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കൂടെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ എല്ലാവരും. എന്നാലേ ഓരോ പാർട്ടിടാൻ വേണ്ടി എനിക്കും ഊർജ്ജമുണ്ടാവുകയുള്ളൂ. അപ്പോൾ കഥയിലേക്ക്. അശ്വിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയതേ എല്ലാവരും സ്നേഹത്തോടെ ഓടി വന്നിരുന്നു അടുത്തേക്ക്. ഇതല്ലേ നമ്മുടെ ഉണ്ണിക്ക് വേണ്ടി പറഞ്ഞ കുട്ടി, മിടുക്കി, എനിക്കിഷ്ടമായിട്ടോ. അശ്വിൻ്റെ മുത്തശ്ശി എൻ്റെ കയ്യിൽ പിടിച്ച് പറയുമ്പോൾ പൊള്ളലേറ്റതുപോലെ അവനെ ഒന്ന് നോക്കിപ്പോയി. എൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങാൻ അധികം സമയമെടുത്തില്ല. എൻ്റെ മുത്തശ്ശി പറഞ്ഞു വന്നല്ലേ ഉള്ളൂ, അല്ലാതെ തീരുമാനിച്ചിട്ടില്ലല്ലോ. അവൻ ഇടയ്ക്ക് കയറി വന്ന് പറയുമ്പോൾ മനസ്സിനൊരു ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു. അതിനിപ്പോൾ പ്രത്യേകിച്ച് പറയാൻ എന്തിരിക്കുന്നു, അവന് ഇഷ്ടമല്ലേ, മോൾക്കും ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ അല്ലേ. ഒരിക്കൽ കൂടി എൻ്റെ കൈ പിടിച്ച് പറയുമ്പോൾ എന്ത് ഉത്തരം പറയണമെന്നറിയാതെ അവനെ ദയനീയമായി നോക്കിപ്പോയി ഞാൻ. അമ്മേ, കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെച്ച്, മടുത്തു വന്നതല്ലേ. എൻ്റെ കൈ പിടിച്ചു കൊണ്ടവൻ അകത്തേക്ക് പോയിരുന്നു. അവിടെയുള്ളവർ ഒത്തിരി സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്. അവരെല്ലാം എന്നെ കാണുന്നത് ആഷിക്കിൻ്റെ പെണ്ണായിട്ടാണെന്നുള്ള ചിന്ത എന്നെ നീട്ടിച്ചു തുടങ്ങിയിരുന്നു. അതിന് എനിക്ക് കഴിയുമോ? ഈ 5 വർഷമായിട്ട് തനിക്ക് മറ്റൊരാളെ ചിന്തിക്കാൻ കൂടി കഴിയില്ല, അതാണ് സത്യം. എന്തുകൊണ്ടെന്നൊരു ഉത്തരം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒന്ന് ഫ്രഷായി കഴിഞ്ഞപ്പോൾ തന്നെ റിയ വിളിച്ചു. അവൾ ഇങ്ങോട്ട് പോരാൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയെന്നായിരുന്നു. തനിക്ക് ചുറ്റും നിൽക്കുന്നവർ ചിന്തിക്കുന്നത് അവരുടെ നോട്ടം എല്ലാം സൂചി പോലെ നെഞ്ചിലാണ് തറയ്ക്കുന്നത്. തനിക്കിവിടെ പോകാനൊരിടമില്ല. അതുകൊണ്ടാണ് റിയയുടെ വീട്ടിൽ താമസിക്കാമെന്ന് വിചാരിക്കുന്നത്. താനൊരു ഹോട്ടലിൽ റൂം എടുക്കാമെന്ന് പറഞ്ഞതാണ്. അവളത് സമ്മതിച്ചില്ല. അവൾക്ക് ഞാൻ എത്ര അന്യനാണോ എന്ന്. അതോടെ ആ പ്ലാൻ വേണ്ടാന്ന് വെച്ചു. മോളുടെ ഭർത്താവുമായി പിരിഞ്ഞിട്ട് എത്ര വർഷമായി ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് അശ്വിൻ്റെ മുത്തശ്ശി ഇരുന്നതും കണ്ണു പൊകുഞ്ഞു തുടങ്ങിയിരുന്നു. 5 വർഷം. നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടൊന്നുമില്ല അല്ലേ? നന്നായി. എന്തായാലും കൊച്ചുങ്ങളൊന്നുമില്ലല്ലോ. കൊച്ചിൻ്റെ കെട്ടിയവൻ കള്ളനായിരുന്നല്ലേ? എന്തോ തരികടിയൊക്കെ കാണിച്ചെന്ന് ഇവിടെ സുമ പറയുന്നത് കേട്ടു. ഇവിടെ അതുപോലെ ഉണ്ണിയും ആ പെണ്ണുമായി അധികം നാൾ ജീവിച്ചിട്ടില്ല. അതൊരു അഹങ്കാരിയായിരുന്നു. അവർ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. മോള് മിടുക്കിയാട്ടോ, കണ്ടാ പറയില്ല ഒന്ന് കെട്ടിയതാണെന്ന്. എനിക്കെന്തായാലും ഇഷ്ടമായി. അവരെൻ്റെ കയ്യിൽ പിടിച്ച് ചൂഴ്ന്നു നോക്കി പറഞ്ഞതേ എൻ്റെ കൺപോളകളെ ഭേദിച്ചു കൊണ്ട് കണ്ണീർ ഒലിച്ചിറങ്ങി. എന്തുകൊണ്ടോ ആരിനെക്കുറിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്ത വിധം എന്നെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ വിളിച്ചു പറയാൻ ഹൃദയം തിക്കുമുട്ടി. അപ്പോഴും നെഞ്ചിലാരോ കല്ല് വെച്ചതുപോലെ വേദനിപ്പിക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്നു. മുത്തശ്ശി എന്തൊക്കെയോ ഈ പറയുന്നേ, അവളെ വിട്ടേ, നീ വന്നേടി. പറയുന്നതിനൊപ്പം അശ്വിനിൻ്റെ കൈ പിടിച്ച് വെളിയിലേക്ക് ഇറങ്ങിയിരുന്നു. എടി, നീയൊന്നും വിചാരിക്കരുത് കേട്ടോ. മുത്തശ്ശിക്ക് എവിടെ പറയണമെന്നറിയില്ല, അതാണ്. ഏയ്, കുഴപ്പമില്ലടാ. അങ്ങനെ പറയുമ്പോഴും അവിടെ നിന്നും ഓടി ഓടിക്കാൻ തോന്നുന്നൊരു മനസ്സുണ്ടായിരുന്നു തനിക്ക്. റിയ വന്നതും ഓടി വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. ഒരാഴ്ചത്തെ വിശേഷങ്ങളാണ് അവൾക്ക് പറയാനുള്ളത്. അവളുടെ മുഖത്ത് നിന്നേ മനസ്സിലായി എന്നോടെന്തോ പറയാനുണ്ടെന്ന്. ഉച്ചയോടെ ചോറുണ്ടിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു ഞങ്ങളുടെ ഉണ്ണിയുടെ പെണ്ണായി ഇങ്ങോട്ട് തന്നെ വന്നേക്കണം കേട്ടോ മോളെ. മുത്തശ്ശി ഒരിക്കൽ കൂടി കൈ പിടിച്ച് പറയുമ്പോൾ ജീവനില്ലാതെ ഒന്ന് ചിരിക്കാൻ മാത്രമേ ആ നിമിഷം കഴിഞ്ഞുള്ളൂ. അതിനെന്താ മുത്തശ്ശി, അവൾ ഇങ്ങോട്ട് തന്നെ വരും അല്ലേടി. റിയ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവളിങ്ങനെ പറഞ്ഞതെന്ന് മാത്രമാണ് ആ സമയം ചിന്തിച്ചത് ഞാൻ. കാറിലിരിക്കുമ്പോൾ പരിഭവത്തോടെ ഞാൻ നോക്കുന്നത് കണ്ടിട്ട് പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചു റിയ. നീ എന്തിനാ റിയ അങ്ങനെ പറഞ്ഞത്? എനിക്ക് കഴിയില്ല എന്ന് നിനക്കറിയില്ലേടി. പിന്നെ നീ ഇപ്പോഴും ആ ചതിയനെ ഓർത്ത് കഴിയുവാണോ? കൊള്ളാം. സത്യം പറഞ്ഞ് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പെണ്ണെ. അവൻ വേറെ അല്ലേൽ വേണ്ട, പറയാനുള്ള സന്ദർഭമല്ലത്. അവൾ നല്ല ദേഷ്യത്തോടെ തന്നെ മുഖം വെട്ടിച്ചിരുന്നതും പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല ഞാനും. ടൗണിലെത്തിയതും ഒരു കടയുടെ മുന്നിൽ നിർത്തിയിരുന്നു അവൾ. എടി, എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, നീയും വാ പറഞ്ഞുകൊണ്ടവൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയിരുന്നു. കൂടെ കൃഷ്ണയും. എടി, ഈ ലിസ്റ്റ് നോക്കി എന്നെടുത്തേ. ഞാൻ കുറച്ച് പച്ചക്കറി മേടിക്കട്ടെ. എല്ലാത്തിനും മോളെ ഞാനേ ഉള്ളു പെണ്ണെ. എന്നെ കെട്ടിക്കാൻ ഞാൻ തന്നെ കഷ്ടപ്പെടണമെടി. എൻ്റെ കവിളി പിടിച്ച് വലിച്ചവൾ പറയുന്നുണ്ട്. റിയയൊക്കെ 3 പെൺകുട്ടികളാണ്. റിയയാണ് മൂത്തത്. പപ്പ മരിച്ചതോടെ ഉത്തരവാദിത്വം അവളുടെ തലയിലായി. 2ാമത്തെ ആൾ വിവാഹം നടത്തി. 3ാമത്തെ ആൾ ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിക്കുന്നു. ഈ 29ാം വയസ്സിൽ അവൾ തന്നെയാണ് അവളുടെ വിവാഹവും നടത്തുന്നത്. എബിയുമായുള്ള റിലേഷൻ തുടങ്ങിയിട്ട് 5 വർഷമാകുന്നു. 2 വർഷമായി ലിവിംഗ് റിലേഷൻ ആണ്. വീട്ടിൽ ആർക്കും അറിയില്ല.
ഓരോന്നും ഓർത്തുകൊണ്ട് അവൾ തന്ന ലിസ്റ്റും ബാസ്ക്കറ്റും എടുത്തുകൊണ്ട് ലിസ്റ്റ് നോക്കി ഓരോന്നും എടുത്തുകൊണ്ടിരുന്നു. ഇടയ്ക്ക് മെഴുക ചുറ്റുപാടും നോക്കി. അറിയുന്ന ഒരു മുഖമെങ്കിലും ഉണ്ടോ എന്നാണ് ആ സമയം നോക്കിയത്. ആരുമില്ല എന്നറിഞ്ഞതും വല്ലാത്തൊരു ആശ്വാസമാണ് തോന്നിയത്. പലരെയും ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഇപ്പോഴും ഉണ്ടാകാത്ത പോലെ. കൃഷ്ണ, ഓർമ്മകളിൽ നിന്ന് എവിടെയോ കേട്ടുമറന്നൊരു സ്വരം കേട്ടതും ഞെട്ടലോടെയാണ് തിരിഞ്ഞു നോക്കിയത്. മുമ്പിൽ നിൽക്കുന്നയാളെ കണ്ടും ദേഹം തളരുന്ന പോലെ. ദേഷ്യമാണോ സങ്കടമാണെന്നറിയാതൊരു വികാരം തലപൊക്കി. ആനന്ദ് ചിരിച്ചു കാണിച്ചു നിന്നതേ അടുത്തേക്ക് വന്നിരുന്നു. കൃഷ്ണ, താൻ ഇവിടെ ഇതെന്നാ വന്നത്? അടുത്തേക്ക് വന്ന് തനിക്ക് നേരെ കൈ നീട്ടിക്കൊണ്ടാണ് ആനന്ദ് ചോദിക്കുന്നത്. പകപ്പോടെ ആ കൈയിലേക്ക് തൊടുമ്പോൾ വല്ലാത്തൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. മിഴികൾ ആരെയോ പരതി നടന്നു. ഇവിടെ കാണുമോ? തന്നെ കണ്ടു കാണുമോ? എത്ര വർഷമായടോ തന്നെ കണ്ടിട്ട്? അന്ന് കോടതി വെച്ച് കണ്ടതാ. താൻ ആള് വല്ലാതെ മാറിയിരിക്കുന്നു കേട്ടോ. പറയുന്നതിനൊപ്പം അവളുടെ മോഡേൺ വേഷത്തിലേക്കും അവളുടെ പുതിയ ഭാവത്തിലേക്കും കണ്ണും വയ്ക്കാതെ നോക്കിപ്പോയി ആനന്ദ്. അത്രമേ സുന്ദരിയായിരുന്നു. അവൻ്റെ നെഞ്ചിലൊരു വലിച്ചിൽ അനുഭവപ്പെട്ടു. എവിടെയോ ഒരു നഷ്ടബോധവും. നന്ദു, തങ്ങളുടെ അടുത്തേക്ക് വരുന്ന വേണിയെ കണ്ടതും കൃഷ്ണ ചിരിച്ചു നിന്നു. തൻ്റെ മുമ്പിൽ നിൽക്കുന്നവളെ ഞെട്ടലോടെ തന്നെയാണ് വേണി നോക്കിക്കണ്ടത്. കൃഷ്ണ, താൻ? അവളുടെ കണ്ണുകൾ കുറുകി നിന്നു. എന്തുകൊണ്ട് വല്ലാത്തൊരു ദേഷ്യം തോന്നി. അത് കൃഷ്ണയുടെ സൗന്ദര്യം കണ്ടിട്ട് തന്നെയായിരുന്നു. താനിനി ഇവിടെ തന്നെ കാണുമോ അതോ തിരിച്ചു പോകുമോ? ആനന്ദാണ് ചോദിച്ചത്. 1 മാസം എൻ്റെ ഫ്രണ്ടിൻ്റെ വിവാഹമാണ്. അത് കൂടാൻ വേണ്ടി വന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ പോകും. അത് നന്നായി. പഴയ കെട്ടിയവൻ്റെ കൂടെ കൂടിയിട്ട് പോകാമല്ലോ. തലയൊന്ന് ചെരിച്ച് മറ്റെങ്ങും നോക്കി വേണി ഒച്ച കുറച്ച് പറഞ്ഞതും ആനന്ദ് ദേഷ്യത്തോടെ അവളുടെ കൈ പിടിച്ച് ഞെക്കിയിരുന്നു. എന്താ? അവൾ പറഞ്ഞ് മനസ്സിലാക്കാതെ കൃഷ്ണയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഒന്നുമില്ല. ആര്യൻ്റെ കാര്യം പറയുമായിരുന്നു. അവനിപ്പോൾ അച്ഛൻ്റെ കട്ടക്കളം നോക്കി നടക്കുക. എത്ര രൂപ മുടക്കി എൻജിനീയറിങ്ങിന് വിട്ടതാ. പറഞ്ഞിട്ട് കാര്യമില്ല. ആലമ്പി നടക്കാനല്ലേ അറിയൂ. എന്തായാലും താൻ രക്ഷപ്പെട്ടത് നന്നായി. ആനന്ദ് പറഞ്ഞു തുടങ്ങിയതേ താല്പര്യമില്ലാത്ത പോലെ നിൽക്കുമ്പോഴും ആ പേര് തന്നെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഹൃദയക്കോളിൽ എവിടെയോ വേദന എടുക്കുന്നു. മിഴികൾ റീയെ തേടി. എന്തായാലും ആദ്യം തന്നോട് ചെയ്തത് വല്ലാത്തൊരു ചതിയായിപ്പോയി. ഞാനും നന്ദേട്ടനും എപ്പോഴും പറയും, തൻ്റെ കാര്യം ഓർക്കുമ്പോൾ നല്ല വിഷമം തോന്നാറുണ്ട്. അവൻ കാരണമല്ലേ തൻ്റെ അമ്മ പോലും പോയത്. വേണി ദയനീയമെന്നോണം പറഞ്ഞത് പുച്ഛത്തോടെ നോക്കി കൃഷ്ണ അവളെ. അവനെൻ്റെ അനിയനായി പോയല്ലോ എന്നോർക്കുമ്പോൾ തന്നെ നാണക്കേട് തോന്നാറുണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യത്തിനും ചെല്ലാറില്ല. കുറച്ചൊന്നുമല്ലല്ലോ നാണക്കേടും കടവും ഉണ്ടാക്കി വെച്ചത്. സച്ചിയാണ് അവനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. പഠിച്ചോളും. ആനന്ദ് പിന്നെയും പറഞ്ഞു തുടങ്ങിയതും കയ്യിലിരിക്കുന്ന ബാസ്ക്കറ്റ് പിടുത്തം മുറുക്കി കണ്ണുകൾ ഇറുക്കി അടച്ച് നിന്നേ പോയി കൃഷ്ണ. എന്തായാലും തനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ. തനിക്കും ഇനിയൊരു കല്യാണമൊക്കെ ആകാം. കുറച്ച് കളിയാക്കുന്ന ഭാഷയിൽ വേണി പറഞ്ഞതേ കണ്ണു തുറന്ന് രൂക്ഷമായി നോക്കാൻ മറന്നില്ല കൃഷ്ണ. കല്യാണപ്പന്തലിൽ കല്യാണം വാക്ക് തന്ന പെണ്ണിനെ ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നിങ്ങളോളം ചതി ആര്യൻ എന്നോട് ചെയ്തിട്ടില്ല മിസ്റ്റർ ആനന്ദ്. ഒന്നുമില്ല. എൻ്റെ ലൈഫ് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മുഖ്യമായ കാരണക്കാർ നിങ്ങളാണ്. ആരിനെയും നിങ്ങൾ ചതിക്കുമായിരുന്നില്ലേ? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൃഷ്ണയുടെ ഒച്ച ഉയർന്നതും വിളറി വെളുത്തു പോയിരുന്നു ആനന്ദ്. വേണി കോപത്താ കൃഷ്ണയ്ക്ക് നേരെ വിരച്ചുകൊണ്ട് മുമ്പോട്ട് വന്നു. അവൻ എത്ര തെറ്റ് ചെയ്തില്ലെങ്കിൽ നീ എന്തിനാടി അവനെ ഉപേക്ഷിച്ച് ഒളിച്ചോടിപ്പോയത്? ചുണ്ട് കോട്ടിയാണ് വേണി ചോദിച്ചത്. അതെൻ്റെ ഇഷ്ടം. അതിനാരും ചോദ്യം ചെയ്യേണ്ട. പിന്നെ ആരിനെ കുറ്റപ്പെടുത്താനുള്ള എന്ത് യോഗ്യതയാണ് നിങ്ങൾക്ക് 2 പേർക്കും ഉള്ളത്? പിന്നെ അവൻ എന്നോട് ചെയ്ത തെറ്റ് അത് ഞാൻ ക്ഷമിച്ചിട്ടില്ല. ക്ഷമിക്കാൻ കഴിയില്ല. അതിനർത്ഥം നിങ്ങളൊക്കെ ചെയ്ത തെറ്റ് ഞാൻ ക്ഷമിച്ചു എന്നല്ല. കൃഷ്ണയുടെ കണ്ണിൽ അഗ്നിയാണെന്ന് തോന്നിപ്പോയി അവന്. നോക്കാൻ കഴിയാതെ തല താഴ്ത്തിപ്പോയി ആനന്ദ് ആ നിമിഷം. പോട്ടെ, ഇനിയും കാണാം. 1 മാസം ഞാനിവിടെ കാണും. അത്രയും പറഞ്ഞ് വിളറി നിൽക്കുന്ന വേണിയെ നോക്കിയിട്ട് അവരെയും കടന്ന് വെളിയിലേക്ക് ഇറങ്ങിയിരുന്നു കൃഷ്ണ. അങ്ങനെ അങ്ങ് പോയാലോ? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതും കൂടി നീ അറിഞ്ഞിട്ട് പോയാൽ മതി. വേണി വാശിയോടെ തന്നെ പറഞ്ഞത് എന്താണെന്നറിയാൻ പിന്തിരിഞ്ഞിരുന്നു കൃഷ്ണ. നിന്റെ പഴയ കെട്ടിയവനുണ്ടല്ലോ, എല്ലാവരുടെയും കുഞ്ഞിവാവ മനൂട്ടൻ, അവൻ വേറെ കെട്ടാൻ പോകുവാണെന്ന്. എന്തായാലും വന്ന സ്ഥിതിക്ക് ആ കല്യാണം കൂടി കൂടിയിട്ട് പോകാം. വേണിയുടെ വാക്കുകൾ എടുത്തി കണക്ക് നെഞ്ചിലേക്ക് പതിച്ചതും മനസ്സൊന്ന് പതറിപ്പോയി കൃഷ്ണയുടെ. പക്ഷേ മുഖത്തത് കാണിക്കാതെ നെഞ്ചിലേക്ക് കൈ കെട്ടി നിൽക്കുമ്പോൾ ഹൃദയം കരയാൻ തുടങ്ങിയിരുന്നു അവൾ പോലും അറിയാതെ. എന്തിനാണെന്നറിയില്ല, എല്ലാം ഉപേക്ഷിച്ച് പോയത് താനാണ്. എന്നിട്ടും എന്തേ ആ പേരിപ്പോൾ തന്നെ വേദനിപ്പിക്കുന്നത്? തുടരും. അടുത്ത പാർട്ട് നാളെ ഇടാട്ടോ.